സ്വാഗതം. രാജ്യം ഇളക്കി മറിച്ച കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് ശേഷം വലിയൊരു സമരത്തിന് പ്രതിഷേധത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. E20 പെട്രോൾ വിവാദമാണ് ഇപ്പോൾ ആളിക്കത്തുന്നത്. E20 പെട്രോളിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് തുടക്കമായിരിക്കുന്നു. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ നാഷണൽ ടൗൺ ഹാൾ എഗനിസ്റ്റ് E20 ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ടൗൺ ഹാൾ പരിപാടി ഏകദേശം 7 ലക്ഷം പേർ ഓൺലൈനായി കണ്ടതായാണ് കേജ്രിവാൾ അവകാശപ്പെടുന്നത്. നോക്കാം, E20 ഇന്ധന നയത്തിനെതിരെ ഓഗസ്റ്റ് 4-ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും എന്നാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. നമ്മൾ കണ്ടതാണ്, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മാർച്ചുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ മാർച്ചും ധർണയും നടത്തിയിരുന്നു. അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. രാജ്യം ഉറ്റുനോക്കി, അല്ലെങ്കിൽ അതേ തുടർന്ന് വലിയ പ്രതിഷേധത്തിലേക്കും മറ്റും CJP സമരം മുന്നോട്ട് പോയിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് തന്നെ അത്തരത്തിലൊരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി തയ്യാറെടുക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനമായിരിക്കുന്നു. ഓഗസ്റ്റ് 4-ന് എന്തൊക്കെയാണ് 3 ആവശ്യങ്ങളാണ് കേജ്രിവാൾ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. ഓഗസ്റ്റ് 4-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഏകദേശം 100 പേരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്ന് ആം ആദ്മി പാർട്ടി പറയുമ്പോൾ എന്തൊക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്ന് നോക്കേണ്ടതുണ്ട്. കേന്ദ്രത്തിന്റെ E20 ഇന്ധന നയത്തിൽ മാറ്റം ആവശ്യപ്പെട്ട ജനങ്ങൾ എഴുതിയ കത്തുകൾ പ്രധാനമന്ത്രിക്ക് കൈമാറുമെന്നും കേജ്രിവാൾ പറയുന്നുണ്ട്. രാജ്യത്തെ ജനങ്ങളിലെ രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്നും ജനങ്ങളുടെ കത്തുകൾ ആം ആദ്മി പാർട്ടി ശേഖരിച്ചിരിക്കുന്നു. ആ കത്ത് പ്രധാനമന്ത്രിക്ക് കൈമാറുകയാണ്. E20 ഇന്ധന നയത്തിനെതിരെയുള്ള പ്രതിഷേധം രാജ്യത്തെ അറിയിക്കുന്നു, കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നു, പ്രധാനമന്ത്രിയെ അറിയിക്കുന്നു. അതിനുള്ള ശ്രമമാണ് നടത്താൻ പോകുന്നത്. സർക്കാർ മുന്നിൽ 3 പ്രധാന ആവശ്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉന്നയിക്കുകയാണ്. പെട്രോൾ പമ്പുകളിൽ സാധാരണ പെട്രോളും E20 പെട്രോളും തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉപഭോക്താക്കൾക്ക് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന കാര്യം. ഇപ്പോൾ തന്നെ ഉപഭോക്താക്കൾക്ക് ആശങ്കയുണ്ട്. E20 പെട്രോൾ വന്നു കഴിഞ്ഞാൽ അത് തന്നെ തങ്ങളുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരുമോ, നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന സാധാരണ പെട്രോൾ ലഭ്യമാകുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. E20 പെട്രോൾ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഇപ്പോഴും വാഹന ഉടമകൾക്ക് ഇടയിൽ വലിയ സംശയങ്ങൾ, ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രതിഷേധവും നടക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇതുവരെ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ആശങ്കകൾ വർദ്ധിക്കാനുള്ള ഒരു കാര്യം. മറ്റൊന്ന്, പെട്രോളിന്റെ നിലവിലെ വില കുറയ്ക്കുക എന്നുള്ളതാണ്. പെട്രോൾ വില വലിയ തുകയിൽ എത്തി നിൽക്കുന്നു. അത് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. അനുദിനം പെട്രോൾ വില കൂടുന്ന സാഹചര്യത്തിൽ അത് കുറയ്ക്കുക, നിയന്ത്രിച്ചു നിർത്തുക എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം എത്തനോളിന്റെ വില കുറയ്ക്കുക എന്നതും പ്രധാനമായും ഈ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നതാണ്. നമുക്കതിന്റെ പല വശങ്ങളിലേക്ക് വരാം. കാരണം ഈ എത്തനോൾ പെട്രോൾ, E20 പെട്രോൾ രാജ്യത്തെ വ്യാപകമാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന കാര്യം. അതായത് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള നയസമീപനവുമായി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഇത് വാഹന ഉടമകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പ്രതിഷേധത്തിന് കൂടുതലായി വരുന്നത്. നമുക്കതിലേക്ക് വിശദമായി ഒക്കെ നോക്കേണ്ടതുണ്ട്. എഥനോൾ പെട്രോളിൽ അമേരിക്കൻ സമ്മർദ്ദമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി ആരോപണം ഉന്നയിക്കുന്നത് ആം ആദ്മി പാർട്ടി. അമേരിക്കയുടെ സമ്മർദ്ദം മൂലമാണ് എഥനോൾ പെട്രോൾ രാജ്യത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്, അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണമാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. എഥനോൾ മിശ്രിത പദ്ധതി അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന്, കാരണം അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ എഥനോൾ ഉൽപാദക രാജ്യമാണ് എന്ന് അവർ കാണുകയാണ്. ഈ വർഷം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് $2.5 ബില്യൺ എഥനോൾ ഇറക്കുമതി ചെയ്യും എന്നാണ് കേജ്രിവാളിന്റെ ആരോപണം നിൽക്കുന്നത്. അങ്ങനെ അമേരിക്കയെ സഹായിക്കാനാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത്തരത്തിൽ എഥനോൾ കലർത്തിയ പെട്രോൾ, എഥനോൾ മിശ്രിതം ഉൾപ്പെടുന്ന ഈ ഒരു പെട്രോൾ ഇന്ധനം രാജ്യത്തെ വ്യാപകമാക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. വാഹന ഉടമകൾക്കും ആശങ്കകളുടെ വാഹനത്തിന്റെ കേടുപാടുകൾ സംബന്ധിച്ചൊക്കെ. അതിനിടെ E20 ജനതാ പാർട്ടി എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിലും E20ക്കെതിരായ പ്രതിഷേധം ശക്തമാകുന്നു. നമ്മൾ കണ്ടതാണ്, CJP കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള പേരിൽ യുവജനങ്ങൾ ഒന്നിച്ചിരുന്നു, പ്രതിഷേധ സമരം നടത്തിയിരുന്നു. രാജ്യം ഇളക്കി മറിച്ച സമരമായിരുന്നു അത്. ഏകദേശം അർത്ഥത്തിൽ അത് വിജയം കണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാന ആവശ്യമായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അവിടെ സംഭവിച്ചിരുന്നു. ഇനി മറ്റു ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും CJP എന്നതുപോലെ EJP എന്ന പേരിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ E20ക്കെതിരായ പ്രതിഷേധം ശക്തമാവുകയാണ്.
എഥനോൾ പെട്രോൾ ഉപയോഗിക്കുന്നതിലെ പ്രശ്നങ്ങൾ നമുക്കൊന്ന് നോക്കാം. E20 കാരണം വാഹനങ്ങളുടെ മൈലേജ് കുറയുകയും പരിപാലന ചെലവ് കൂടുകയും ചെയ്യുന്നതായാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. ഇക്കാര്യത്തിൽ വിദഗ്ധമായ പഠനമൊന്നും നടന്നിട്ടില്ല എന്നുള്ള ആരോപണമാണ് നിലനിൽക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ന്യായീകരണം പക്ഷേ ഇക്കാര്യത്തിൽ ഇങ്ങനെയാണ്: വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാകില്ല, മൈലേജിൽ ചെറിയ കുറവ് മാത്രമേ ഉണ്ടാകൂ എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. പക്ഷേ ആ വിശദീകരണത്തിലൊന്നും തൃപ്തരല്ല ഈ ഒരു പ്രതിഷേധക്കാർ എന്നുള്ളതാണ്. E20 നടപ്പാക്കാൻ തിരക്കിട്ട് നടത്തിയതാണെന്ന് വിദഗ്ധ സംഘടനകൾ അല്ലെങ്കിൽ വിദഗ്ധരും വിവിധ സംഘടനകളും വിമർശിക്കുന്നുണ്ട്. ഇത് രാജ്യം വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ വാഹന ഉടമകളുടെ ആശങ്കകൾ പരിഹരിക്കാതെ വിദഗ്ധരുടെ അഭിപ്രായം തേടാതെയാണ് ഇത്തരത്തിൽ E20 പെട്രോൾ, അതായത് 20% എഥനോളും 80% പെട്രോളും, അതാണ് E20 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു മിശ്രിതം ഇന്ധനമായി ഉപയോഗിക്കുന്നത് വിദഗ്ധരുടെ അഭിപ്രായം മാനിക്കാതെയാണെന്നുള്ള ആശങ്കയാണ്, വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. അതുപോലെ E20 വിഷയത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതോടെ കേന്ദ്ര സർക്കാരിന് പുതിയ രാഷ്ട്രീയ വെല്ലുവിളി തന്നെ ഉയരുന്ന സാഹചര്യമാണ് ഉള്ളത്. കാരണം ആം ആദ്മി പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടി തന്നെ ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ ഏത് തരത്തിലായിരിക്കും അവരുടെ പ്രതിഷേധം എന്ന് കാണേണ്ടതുണ്ട്. നേരത്തെ ഒരു യുവജനങ്ങളുടെ കൂട്ടായ്മയായിരുന്നു CJP, പക്ഷേ EJP എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു. ഏത് രീതിയിലാണ് ഈ പ്രതിഷേധം കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണ ഇക്കാര്യത്തിൽ ലഭിക്കുമോ എന്ന് അറിയേണ്ടതുണ്ട്. രാജ്യത്തെ വാഹന ഉടമകളുടെ ഒരു പിൻബലം, പ്രതിഷേധം ഈ സമരത്തിനൊപ്പം ഉണ്ടാകുമോ എന്നുള്ളതും അറിയേണ്ടത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലാണ് ഈ സമരം നടത്താൻ പോകുന്നത്, വലിയ പ്രതിഷേധം നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചപ്പോൾ വലിയ വെല്ലുവിളിയാകുന്നത്. മറ്റൊന്ന്, E20 പെട്രോളിന്റെ മൈലേജ് കണക്കിൽ കേന്ദ്ര മന്ത്രാലയങ്ങൾ തമ്മിൽ ഭിന്നത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ ഭിന്നത എന്ന് നോക്കാം. ഉപരിതല ഗതാഗത മന്ത്രാലയം ഇതിന്റെ മൈലേജ് 2% മുതൽ 6% വരെ കുറയാമെന്നാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതായത് E20 ഉപയോഗിച്ചു കഴിഞ്ഞാൽ വാഹനങ്ങളുടെ മൈലേജ് 2% മുതൽ 6% വരെ കുറയാമെന്ന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. എന്നാൽ പെട്രോളിയം മന്ത്രാലയം എന്താണ് പറയുന്നത് നോക്കാം. മൈലേജ് 3 മുതൽ 5 വരെ കുറയാമെന്നാണ് ഇക്കാര്യത്തിൽ രാജ്യസഭയിൽ നൽകിയിരിക്കുന്ന വിശദീകരണം. അപ്പോൾ തന്നെ ഈ വിവിധ മന്ത്രാലയങ്ങൾ, 2 മന്ത്രാലയങ്ങൾ തമ്മിൽ ഇക്കാര്യത്തിൽ ഈ മൈലേജ് ഒക്കെ സംബന്ധിച്ച ആശയക്കുഴപ്പമുണ്ട്. ഒരു സ്ഥിരീകരണമില്ല, വ്യക്തതയില്ല എന്നുള്ളതാണ് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞ കാര്യം. E20 സംബന്ധിച്ച നിരവധി പഠനങ്ങൾ നടത്തിയെന്ന് കേന്ദ്രം പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതായത് ഇത് പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് സംഘടനകൾക്കോ ഇത് വായിച്ചു മനസ്സിലാക്കാനോ പഠിക്കാനോ വിലയിരുത്താനുള്ള അവസരം വന്നിട്ടില്ല. അതിനു മുമ്പാണ് ഇത്തരത്തിൽ ഒരു ഇന്ധന ഉപയോഗത്തിലേക്ക് മാറുന്നത്, E20 ഉപയോഗത്തിലേക്ക് മാറുന്നത് എന്നുള്ളതാണ്. ഇതിനുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഡൽഹിയിൽ E20ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിലും E20 സുരക്ഷിതമാണെന്ന നിലപാട് കേന്ദ്രം ആവർത്തിക്കുന്നു. അത്തരത്തിൽ വാർക്കാൽ മാത്രം ആവർത്തിക്കുകയാണ്. നേരത്തെ ടീം ഭാരത് പ്രഖ്യാപിച്ച ഇന്ത്യ ഗേറ്റ് പാർലമെന്റ് മാർച്ചിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു. അത്തരത്തിൽ പല വിധത്തിലുള്ള പ്രതിഷേധം ഇത് സംബന്ധിച്ച് നടക്കുകയാണ്. പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന തെഹ്സീൻ പൂനാവാലയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റദ്ദാക്കിയിരുന്നു. അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. സത്യം പറഞ്ഞതിനാണ് നടപടി എന്നാണ് പൂനാവാലയുടെ ഇക്കാര്യത്തിലുള്ള ആരോപണം നിൽക്കുന്നത്. വാഹനങ്ങൾക്ക് കേടുപാട് വരില്ലെന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത പ്രതിഷേധക്കാർ E20 ഉപയോഗിച്ച് വാഹനം കേടായ 6 പേരെ തെളിവായി ഹാജരാക്കാമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തായാലും നിതിൻ ഗഡ്കരിയാണ് ഈ കാര്യത്തിൽ വാശി പിടിക്കുന്നത്. ഇത്തരത്തിൽ കേന്ദ്രമന്ത്രി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി കേന്ദ്രമന്ത്രി ഇക്കാര്യം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. വാഹനങ്ങൾക്ക് കേടുപാട് വരില്ല എന്നുള്ളത്. E20 പ്രതിഷേധത്തിന് മുൻപ് വീട്ടുതടങ്കിലാക്കി എന്നാണ് തെഹ്സീൻ പൂനാവാല ആരോപിക്കുന്നത്. കാരണം അവർ ഭയപ്പെടുകയാണ് ഇത്തരത്തിൽ വലിയൊരു CJPയുടെ പ്രതിഷേധം കഴിഞ്ഞതേ ഉള്ളൂ. മറ്റൊരു വലിയ പ്രതിഷേധത്തിന് EJPയുടെ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ എങ്ങനെയായിരിക്കും രാജ്യത്തെ സ്ഥിതിഗതികൾ മുന്നോട്ട് പോകുക? അപ്പോൾ ഈ പ്രതിഷേധത്തിന് തുടക്കത്തിലെ തടയിടാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. നിതിൻ ഗഡ്കരിക്കെതിരെ ശക്തമായ ആരോപണം ഇക്കാര്യത്തിൽ അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു. E20 പെട്രോൾ നയത്തിനെതിരായ പ്രതിഷേധ മാർച്ചിനും നിരാഹാര സമരത്തിനും മുൻപ് തന്നെ ഡൽഹി പോലീസ് തന്നെ വീട്ടുതടങ്കലിലാക്കി എന്ന് സാമൂഹ്യ പ്രവർത്തകനാണ് ഇത്തരത്തിൽ ആരോപിക്കുന്നത്. വീടിന് മുന്നിൽ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ അദ്ദേഹം വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഡൽഹി പോലീസിന്റെ മുഴുവൻ ബറ്റാലിയനും തടവിലാക്കിയിരിക്കുന്നു, തന്നെ വീട് തടങ്കിലാക്കിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അത്തരത്തിൽ ഇപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധവും സാമൂഹ്യ പ്രവർത്തകരുടെ മറ്റു പ്രതിഷേധവും ഒക്കെ വരുമ്പോൾ വളരെ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നിതിൻ ഗഡ്കരി എഥനോളിനെ കുറിച്ച് ഭയപ്പെടുകയാണ് എന്നാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. രേഖകളൊന്നും കാണിക്കാതെയാണ് ഇത്തരത്തിൽ
പല പ്രതിഷേധങ്ങളും തടയിടാൻ നോക്കുന്നത്, അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സ്വാതന്ത്ര്യദിന ദിവസം വരാൻ പോകുന്നു. അതിനു മുമ്പ് ഈ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത് എന്തായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. നിയമ സമാധാന പ്രശ്നങ്ങൾക്ക് ഇടയാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു വിലയിരുത്തൽ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. 80% പെട്രോളും 20% എഥനോളും അടങ്ങിയ E20 ഇന്ധന നയം പ്രതിപക്ഷ പാർട്ടികളും ഉപഭോക്തൃ സംഘടനകളും ശക്തമായി ഇതിനോടകം തന്നെ എതിർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 2023 മുമ്പുള്ള വാഹനങ്ങളുടെ ഉടമകളാണ്. പഴയ വാഹനങ്ങൾക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതലായി വരിക. E20 ഉപയോഗിച്ചതോടെ മൈലേജ് കുറഞ്ഞതായും പരിപാലന ചെലവ് വർദ്ധിച്ചതായും ആരോപിക്കുന്നു. പുതിയ വാഹനങ്ങൾ അതിന്റെ സാങ്കേതിക വിദ്യക്ക് അനുസരിച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. E20 അല്ലെങ്കിൽ E85, E100ലേക്കൊക്കെ എത്താനാണ് കേന്ദ്ര സർക്കാർ പതുക്കെ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും E20 വന്നപ്പോൾ തന്നെ ഇതിനുള്ള പ്രതിഷേധവും ആരംഭിച്ചു കഴിഞ്ഞു. കാരണം വാഹനങ്ങളുടെ മൈലേജ് കുറയുന്നു, വാഹനങ്ങൾ കേടാകുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. അതുകൊണ്ടാണ് ഈ പ്രതിഷേധം ഉയരുന്നത് തന്നെ. എന്തായാലും പ്രധാനമന്ത്രിയുടെ വസതി ലക്ഷ്യമാക്കിയുള്ള പ്രതിഷേധ പരിപാടികൾക്ക് AAP ലക്ഷ്യം വയ്ക്കുന്നു. രാജ്യത്തെ ഇന്ധന ഉപഭോക്താക്കളെയും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളുടെയും കൂട്ടായ്മയാണ് ഈ ഒരു സമരത്തിലൂടെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ E20 പെട്രോളിനെതിരായുള്ള പ്രതിഷേധ സമരം രാജ്യമെങ്ങും കടുക്കുന്ന കാഴ്ചയായിരിക്കും ഇനി കാണാൻ പോവുക.